അങ്ങനെ വാഴ 2 എന്നുള്ള പടമൊക്കെ ഇറങ്ങി ഇങ്ങനെ അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പടമാണ് സത്യത്തിൽ ഇതിൻ്റെ ഒന്നാം ഭാഗത്തെക്കാളും കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വാഴ 2 എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ഒന്നാമതായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കലും വാഴ 1 എന്നുള്ളത് ഒരു മോശം ചിത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് വാഴ 2-ൽ പുതിയതായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ക്ലൈമാക്സിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വാഴ 1-ലെ ഒരു ക്ലൈമാക്സ് നമുക്ക് അറിയാലോ. നാട്ടുകാരും വീട്ടുകാരൊക്കെ അവഗണന കൊണ്ടിട്ട് ഒരവസ്ഥയിലായിട്ടുള്ള ഒരു പറ്റം യുവാക്കൾ അവർ ജീവിക്കുന്ന ഒരു തരം ജീവിതം, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇമോഷണൽ കണക്ഷൻ അത്രമാത്രം ഒന്നും വാഴ 2-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാഴ 1-ൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏകദേശം ഈ ഒരു യുവാക്കളുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കാണിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും കാണിക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. കുറച്ച് ജനറലൈസ് ചെയ്തിട്ട് മാത്രമേ സംഭവങ്ങൾ വാഴ 1-ൽ കാണിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ നായക കഥാപാത്രത്തിനും അതിൻ്റെ കൂടെ നിൽക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വാഴ 1-ൽ ഇല്ലായിരുന്നു, ഡെഫിനറ്റ്ലി ഇല്ലായിരുന്നു. വാഴ 2-ൽ ആ ഒരു സംഭവമൊക്കെ ആകെ മാത്രം മാറിയിട്ട് ഹാഷിറിനും ടീമിനൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇമോഷണൽ കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. റൊമാൻസ് എന്നുള്ള ഒരു വലിയ സംഭവം വാഴ 1-ൽ അത്ര ക്ലീനായിട്ട് അത്ര സെറ്റായിട്ട് കാണിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുമില്ല. അതൊരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വാഴ 1-ൽ. പക്ഷേ വാഴ 2-ലേക്ക് വരുമ്പോൾ അതൊരു സൈഡ് ബിസിനസ് അല്ല, അതൊരു മെയിൻ ബിസിനസ് തന്നെയാണ്. ഹാഷിറിൻ്റെയൊക്കെ കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനം തന്നെയാണ്. ആ നായികയ്ക്കും നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട് ഒരു പടത്തിൽ. അത് നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വാഴ 1 ഒരിക്കലും ഒരാളിലേക്ക് മാത്രമായിട്ട് ഒത്തിരി ഫോക്കസ് ചെയ്ത് പോകുന്നൊരു പടമായിരുന്നില്ല. 4 പേരിലേക്കും തുല്യമായ രീതിയിൽ പോയിട്ട് ആ ഒരു കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വാഴ 2-ലും കഥയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ ഒരു പൊടിക്കെങ്കിലും ഹാഷിറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വാഴ 2-ൽ ഡെഫിനറ്റ്ലി. പക്ഷേ ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരിക്കലും പടം മോശമായിട്ടില്ല, പടത്തിൻ്റെ ഗതിയെ അത് ബാധിച്ചിട്ടേ ഇല്ല. അതിനൊപ്പം തന്നെ ഹാഷിറിൻ്റെ തന്നെ ടീമിലുള്ള മെമ്പേഴ്സ് മറ്റാളുകളുണ്ടല്ലോ, അവർക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു മോൾഡ് ചെയ്ത രീതിയാണെന്നുണ്ടെങ്കിലും നമ്മളെ കുറച്ചും കൂടെ ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ട് വാഴ 1-ലെ കഥാപാത്രങ്ങളെക്കാളും ഒക്കെ. പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം വാഴ 2-ൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എഴുത്ത് എന്നുള്ള ഭാഗത്തിൽ. വാഴ 1-ൽ കുറേ ജനറലൈസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുടെ ഒരു ചാകര എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആ ഒരു രീതിയിലെ സംഭവം പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ വാഴ 2-ലേക്ക് വരുമ്പോഴത്തേനും കുറച്ച് ഇൻഡിവിജ്വൽസിന് നല്ല രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ ആളുകളും ഇങ്ങനെ എടുത്തിട്ട് 4 പേരുള്ളെങ്കിൽ 4 പേർക്ക് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. മെമ്മറബിൾ ആയിട്ടുള്ള സീനുകൾ കൂടുതലുള്ളതും വാഴ 2-ലാണെന്ന് തോന്നി. ഇതിലൊരു തിയേറ്ററിലുള്ള സീനൊക്കെ ഉണ്ട്. ഇതിൽ പോലീസുകാരൻ കയറി വരുമ്പോഴത്തേനും പോലീസുകാരനെ കളിയാക്കുന്ന ഒരു സീൻ, അതൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും. അതിലെ ഹ്യൂമർ എലമെൻറ്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഹ്യൂമർ എലമെൻറ്റ്സിൻ്റെ രീതിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഡെപ്ത് കൊടുത്ത് ചെയ്തിട്ടുള്ളത് വാഴ 2 തന്നെയാണ് ഡെഫിനറ്റ്ലി. ഒരുപക്ഷെ വാഴ 1 എന്നുള്ള പടമൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ വിപിൻ ദാസിന് തോന്നിക്കാണും അടുത്ത പടം ഞാൻ ഇറക്കാൻ പോവാണല്ലോ, അപ്പോൾ അടുത്ത പടത്തിനകത്ത് കുറച്ചും കൂടെ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് കൊടുത്തേക്കാം, കുറച്ച് ഹ്യൂമർ കൂടുതൽ കിടക്കട്ടെ, അതിനൊപ്പം തന്നെ കുറച്ച് കണക്ഷൻ ഉള്ള ഇമോഷണൽ ആയിട്ടുള്ള സെൻറ്റി സീനുകളും കിടക്കട്ടെ, എല്ലാം കുറച്ച് കൂടുതലായിക്കോട്ടെ എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. എനിവേ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. തിയേറ്ററിലിരുന്ന് കണ്ടപ്പോഴും ഒരു സീൻ പോലും വെറുതെ കൈവിട്ട് പോയി, സംഗതി ട്രാക്ക് മാറിപ്പോയി എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. നമുക്ക് എൻഗേജിങ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് വാഴ 2.